ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ട സംഭവത്തിൽ കുറ്റം സമ്മതിച്ച അമ്മാവൻ ഹരികുമാർ. കുട്ടിയെ ജീവനോടെ കിണറ്റിലെറിയുകയായിരുന്നു ഹരികുമാർ പോലീസിന് മൊഴി നൽകി. എന്താണ് കൊലപാതക കാരണമെന്നറിയാൻ പോലീസ് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കൊലപാതകത്തിൽ അമ്മ ശ്രീധുവിനും പങ്കുണ്ടെന്ന നിഗമനത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അമ്മയും പ്രതി ചേർക്കും. സഹോദരനും സഹോദരിയും തമ്മിൽ നടത്തിയ വാട്സാപ്പ് ചാറ്റ് വിവരങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അടിമുടി ദുരൂഹത നിറഞ്ഞ കേസിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. പല സമയത്തും മൊഴികൾ മാറ്റി മാറ്റി പറയുകയായിരുന്നു ഹരികുമാർ. കുട്ടിയെ ഹരികുമാർ കിണറ്റിലെറിഞ്ഞെന്നും പിന്നീട് കിണറ്റിലെറിഞ്ഞില്ല എന്നും ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. പക്ഷേ ഹരികുമാർ തന്നെയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നും വ്യക്തമായതായി പോലീസ് പറയുന്നു. കുട്ടിയെ ഹരികുമാർ കിണറ്റിലെറിഞ്ഞു കൊന്നുവെന്ന നിഗമനത്തിലായിരുന്നു പോലീസിന്റെ അന്വേഷണം. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. എന്നാൽ അമ്മാവന്റെ കുറ്റസമ്മതത്തിൽ പോലീസ് കൂടുതൽ പരിശോധന നടത്തി വരികയാണ്. കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും അന്വേഷണ സംഘം വിലയിരുത്തി വരികയാണ്. എന്തോ മറയ്ക്കാനാണ് ഹരികുമാർ ഇങ്ങനെയൊരു മൊഴി നൽകിയതെന്നും പോലീസ് സംശയിക്കുന്നു. കാരണം സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഈ കുട്ടിയെ കൊന്നതുകൊണ്ട് എന്താണ് അവർക്ക് ഗുണം? എന്താണ് കുട്ടിയെ കൊന്നതുകൊണ്ടുള്ള സാമ്പത്തിക നേട്ടം? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ടോ? ഇതൊക്കെ കണ്ടെത്തുകയാണ് പോലീസ് ചെയ്യേണ്ടത്. ഇതെല്ലാം കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു വൺ ട്വിസ്റ്റ് തന്നെ പുറലോകം അറിയുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ശ്രമിക്കുന്നതാണ്. ഇതിൻ്റെ പുറകിൽ മറ്റെന്തോ കാര്യങ്ങളുണ്ട് എന്ന് പോലീസിന്റെ വിലയിരുത്തൽ. അതും ഉടൻ തന്നെ പോലീസ് അന്വേഷണ സംഘം കണ്ടെത്തി ജനങ്ങൾക്ക് മുമ്പിൽ നിരത്തേണ്ടതായിരിക്കുന്നു. കാരണം ഈ കേസിലെ എല്ലാ ദുരൂഹതയും നീക്കേണ്ടത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചുമതല കൂടിയാണ്.